അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഗ്രൗണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് പ്രധാനമാണ് ഡ്രൈനേജ് സംവിധാനം. ഗ്രൗണ്ടിന്റെ വടക്കു ഭാഗത്തും പടിഞ്ഞാറേ ഭാഗത്തുമാണ് ഡ്രൈനേജ് നിർമ്മാണം നടക്കുന്നത്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നിലവിൽ കുഴിയെടുത്ത് നിലം കോൺക്രീറ്റ് കഴിഞ്ഞ് മുകളിലേക്ക് കെട്ടി ഉയർത്തുന്നതിനുള്ള കമ്പികട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. ഈസ്റ്റർ ദിനത്തിലും മുടക്കമില്ലാതെ തൊഴിലാളികൾ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പടിഞ്ഞാറേ ഭാഗത്ത് 3 അടി വീതിയിലും 4 അടി താഴ്ചയിലുമാണ് ഡ്രൈനേജ് നിർമ്മാണം നടക്കുന്നത്. വടക്കു ഭാഗത്ത് 2 അടി വീതിയിലും 4 അടി താഴ്ചയിലുമാണ് ഡ്രൈനേജ് നിർമ്മാണം. പ്രതിദിനം 5 മുതൽ 10 തൊഴിലാളികൾ വരെ എത്തിച്ചാണ് നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നത്. 15 ദിവസത്തിനകം ഡ്രൈനേജിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാർ പറഞ്ഞു. ഡ്രൈനേജ് നിർമ്മാണം പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ മണ്ണടിച്ച് ഗ്രൗണ്ട് ലെവലിംഗ് ആരംഭിക്കുന്നതിനുള്ള പ്രവൃത്തികൾ തുടങ്ങും. 1 മാസത്തിനകം തന്നെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് കരാറുകാർ വ്യക്തമാക്കുന്നത്. സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയത്. 2024 ഓഗസ്റ്റ് 8-ന് കായിക വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാനാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഗ്രൗണ്ട് നിർമ്മാണത്തിന് മുന്നോടിയായി ഉടലെടുത്ത തർക്കങ്ങൾ സംഘർഷത്തിലും രാഷ്ട്രീയ പോരിലും കലാശിച്ചിരുന്നു. തർക്കങ്ങൾക്കിടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിലെ മെല്ലെപ്പോക്കും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഗ്രൗണ്ടിൽ നിക്ഷേപിക്കുന്ന മണ്ണിന്റെ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയുമാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുവാൻ കാരണമായതെന്നാണ് കരാറുകാരുടെ വാദം. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.